ഹായ് കൂട്ടുകാരെ, ഇന്ന് എനിക്ക് ചുവന്ന ചീര കിട്ടിയിട്ടുണ്ടേ. അത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അരിയാൻ വേണ്ടിയിട്ടേ. അത് തണ്ടോടുകൂടി തന്നെയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുന്നത്. പിന്നെ ഇത് നാരുകളുടെയൊക്കെയും ഒരു കലവറയാണല്ലോ നമ്മുടെ ഈ ചീര എന്ന് പറയുന്നത്. അപ്പം ഇത് ഈ മലബന്ധം പോലുള്ള അസുഖങ്ങളുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. മലാശയ ക്യാൻസർ തടയാനൊക്കെയും ഈ ഇല കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ആ ചീരയെല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞ് എടുക്കുകയാണ്. അതുപോലെ കൊളസ്ട്രോളൊക്കെ നിയന്ത്രിക്കാനും ഷുഗർ നിയന്ത്രിക്കാനൊക്കെയും നല്ലതാണ് ഈ ചീര കഴിക്കുന്നത്. നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇനി അത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കടുവിട്ടു. എണ്ണയൊഴിച്ച് കടുവിട്ട് കടു പൊട്ടി വന്നപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല കൂടി തട്ടിയിട്ട് അത് ആവി വരുമ്പോഴത്തേക്ക് അരപ്പ് കൂടി തയ്യാറാക്കി കൊണ്ടുവരാം. പിന്നെ ഈ ചീര കഴിക്കുന്നത് നമ്മുടെ രക്തയോട്ടം വർദ്ധിക്കാനൊക്കെ നല്ലതാണ്. അങ്ങനെ ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ ചീരയ്ക്ക്. പിന്നെ നമ്മുടെ തോരനെല്ലാം ഇവിടെ ആവി കയറി ഇല വന്നിട്ടുണ്ട്. അപ്പം ഇട്ടപ്പം തോനെയുണ്ടായിരുന്നു, ഇപ്പം കണ്ടോ കുറച്ചേ ഉള്ളൂ ആവി കയറിയപ്പം. പിന്നെ ഞാൻ തേങ്ങ തിരുമ്മിയിട്ടത്, അന്നേരം ഇടയ്ക്കിടയ്ക്ക് കിടക്കുമല്ലോ, തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പോൾ കുറച്ച് തേങ്ങ കൂടി തിരുമ്മിയിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള ഉള്ളിയും 3-4 പച്ചമുളകും 2 വെളുത്തുള്ളിയും കൂടാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്തപ്പോൾ എങ്ങനെയോ മിസ്സായിപ്പോയതാണ് എഡിറ്റ് ചെയ്തപ്പം. അപ്പം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മളത് ഇനി ഉപ്പും കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ്. ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ആവി കയറ്റി എടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഈ ചീരയിൽ തന്നെ വെള്ളമുണ്ട്. പിന്നെ നമ്മൾ ആ അരപ്പ് ചതച്ച് കൊണ്ടുവന്ന ഉള്ളിയുടെയൊക്കെ വെള്ളമുണ്ടല്ലോ, അത് മതി. എന്നിട്ട് ചെറു തീയിലിട്ട് അടച്ച് വെച്ച് വേവിച്ച് എടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു തോരനാണിത്. ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പം താഴെ ആളെന്ന ഓപ്ഷൻ വരും, അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ തോരനെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബായ്. വേറൊരു വീഡിയോയുമായി പിന്നെ വരാം.